എല്ലാവർക്കും അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ വിജ്ഞാന കേരളം എന്ന കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. 2026 കൂടി 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട KDISC, DWMS തുടങ്ങിയ പോർട്ടലുകളെ പറ്റി ഓവർവ്യൂ ഒന്ന് പറയാമെന്നാണ് ഞാൻ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കും ഈ സൈറ്റ് എവിടെയാണ്, എന്താണ് സൈറ്റ്, എങ്ങനെയാണ് ഇതിനത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു കിട്ടുന്നില്ല, നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അതിൽ ഞാൻ ഓരോ സൈറ്റിലും എന്താണ്, അതിലൂടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ ആരെ അപ്രോച്ച് ചെയ്യണം, ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഉപയോഗമാകുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിലിടുക. എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ അധികാരികളോട് ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ താഴെ കമൻറ്റിന് റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു. നിങ്ങൾ ഗൂഗിളിൽ വിജ്ഞാന കേരളം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് വിജ്ഞാന കേരളത്തിൻ്റെ വിൻഡോ. ഇതിൽ നിങ്ങൾ ഫൈൻ ജോബ് എന്നും ഫൈൻ സ്കിൽസ് എന്നും പറഞ്ഞ റൈറ്റ് ടോപ്പിലായിട്ടൊരു വിൻഡോ ഉണ്ടല്ലേ, അതിൽ ഫൈൻ ജോബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പർച്യൂണിറ്റീസ് ഫോർ +2, ITI, ഡിപ്ലോമ എല്ലാം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഇതിലിപ്പോൾ എക്സാമ്പിൾ +2 നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് എന്താണ്, ഫോർ അപ്ലൈയിങ് ടു ജോബ്സ് രജിസ്ട്രേഷൻ ഓൺ ദ DWMS പോർട്ടൽ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ടോപ്പിലായിട്ട് DWMS പോർട്ടൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിക്ക് അപ്ലൈ ചെയ്യാനും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാനായിട്ടും കഴിയുള്ളൂ. ഇനി ഫൈൻഡ് ജോബ്സിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വിർച്വൽ ജോബ് ഫെയർസ് കാണാം. ഈ വിർച്വൽ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ട് നടക്കുന്ന ജോബ് ഫെയർസ് ആണ്. അപ്പോൾ ഏതൊക്കെ കമ്പനികളിലേക്ക് വേക്കൻസി ഉണ്ട്, സാലറി എത്രയാണ്, ജോബ് ID എന്നൊരു സംഭവം കണ്ടല്ലോ അല്ലേ. ഈ ജോബ് ID നിങ്ങൾക്ക് എവിടെ കിട്ടുകയെന്ന് വെച്ചാൽ ജോബ് ID നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ DWMS പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐഡിയകളൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വേക്കൻസീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എവിടെ കിട്ടും, ആ പോർട്ടലിൽ കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാനും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ നിങ്ങൾ പോകേണ്ട ആവശ്യം പോലും ഇല്ല. വിർച്വലായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ജോബ് ഫെയർസ് അറ്റൻഡ് ചെയ്യാനും ജോലി കൈവശമാക്കാനായിട്ടും കഴിയും. ഇനി നമുക്ക് എങ്ങനെയാണ് DWMS പോർട്ടലിലെ രജിസ്ട്രേഷൻ, എങ്ങനെയാണ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. +2 ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാൻ ടു രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി പോകുന്ന വിൻഡോ കണ്ടല്ലോ. ഇതാണ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് DWMS എന്ന് പറഞ്ഞ പോർട്ടലാണ് ഈ കാണുന്നത്. 20 ലക്ഷം ജോലികൾ 2026 കൂടി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സർക്കാർ തുടങ്ങിയൊരു പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലായിട്ട് എംപ്ലോയർ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ന്യൂ രജിസ്റ്ററിൻ്റെ രജിസ്ട്രേഷനും കാണാം. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയർ എന്ന് പറയുമ്പോൾ തൊഴിൽ ദാതാക്കൾ, കമ്പനീസാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കാണുന്ന വിൻഡോ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ മെയിൽ IDയും ബേസിക് ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ ചോദിക്കും. അതിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നേ കാണിച്ച വിൻഡോയിലെ എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് സർക്കാരിൻ്റെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ വിജ്ഞാന കേരളം പോർട്ടൽ. ഇനി നമുക്ക് KDISC പോർട്ടലിനെ പറ്റി നമുക്ക് നോക്കിയാലോ. KDISC പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ, അതിൻ്റെ വിൻഡോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് എപ്പോഴും നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് പുതിയ കാര്യങ്ങളുണ്ടെങ്കിലും അത് ഗവൺമെൻറ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ എബൌട്ട് അസ് എന്നുള്ള ഒരു വിൻഡോ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എവിടെയൊക്കെ ആരെയൊക്കെ വിളിക്കേണ്ടത്, സംശയങ്ങൾ ചോദിക്കാനുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. റീച്ച് ഔട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊജക്റ്റുകൾ, അതിനകത്ത് ഇവരുടെ KDISCൻ്റെ ഒരു പ്രൊജക്റ്റാണ് കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇവരുടെ ഒരു വിൻഡോയാണ് ഞാൻ നേരത്തെ പറഞ്ഞ DWMS പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ പോർട്ടൽ. ഇവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം, അവരുടെ കോൺടാക്ട് നമ്പേഴ്സും മെയിൽ ID എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും അതിനുള്ള ആൻസേഴ്സ് തരാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വർക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഒന്ന് KDISC, വിജ്ഞാന കേരളം, DWMS പോർട്ടൽ. ഇത്തരം കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ചിന്തിക്കുന്നു. അപ്പം ഈ സൈറ്റ് ഉടനെ തന്നെ തൊട്ട് മുന്നത്തെ വീഡിയോയിലാവട്ടെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കയറി നോക്കിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ KDISCൻ്റെ കോൺടാക്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അവർ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്പേഴ്സ് നിങ്ങൾക്ക് തരും. അവരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, സംസാരിക്കുക.
നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫാസ്റ്റാക്കാനായിട്ട് അവരുടെ അടുത്ത് പറയുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപയോഗമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.